ആ പറയടാ. എന്റെ പൊന്നുമോനെ, റിജി സമ്മതിക്കത്തില്ല. നിനക്കൊരു കാര്യം അറിയാവോ? കഴിഞ്ഞ 3 വർഷമായിട്ട് അവള് വീട്ടിൽ പോയിട്ടില്ല. എന്തിനാ? ഞാൻ നിങ്ങളെയല്ല ഇവിടെ കയറ്റി വെള്ളം അടിക്കുന്നു, ഇവിടെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നു ഓർത്തിട്ട്. അവളോട് ഞാൻ ഇത് എങ്ങനെ പറയാനാ? എന്തുവാടേ ഇത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ഒരു സെക്കൻഡേ. എടാ റിജി എനിക്കൊരു ദേവതയെ പോലെയാ. നിനക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ 3 വർഷമായിട്ട് അവള് വീട്ടിൽ പോയിട്ടില്ല. എന്തുകൊണ്ടാ? ഞാനിവിടെ തനിച്ചാവൂന്ന് കരുതിയിട്ട്. അവക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേടാ. അവളിനി വീട്ടിൽ പോകുമ്പോ അവക്ക് കൊടുക്കാൻ ഒരു ഡയമണ്ട് നെക്ലേസ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അവള് പോകുമ്പോ അവളെ എനിക്കത് അറിയിക്കണം. അവിടെ അച്ഛനെ ഞാൻ അച്ഛനമ്മയും കാണാൻ വീട്ടിൽ പോവാണേ. ശരിയാ റിജി, നീ 3 വർഷമായി വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനെ അമ്മയും സുധാകരൻ കൊച്ചേണ്ണയും അന്വേഷിച്ചായിട്ട് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഞാൻ വീട്ടിൽ പോവാന്ന്. റിജി, നീ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എന്റെ കൂട്ടുകാരോടൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. കൂടി ഒന്ന് നിങ്ങൾ കൂട്ടുകാരായിട്ടൊന്ന് വെള്ളം അടിക്കുമായിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ ശരി, പൊക്കോ. എന്റെ വേർഡ് ശ്രദ്ധിക്കും. ഞാൻ വീട്ടിൽ പോവാന്ന്. പൊക്കോളാൻ. രന്ത എന്തോ മറന്നു. ഞാൻ കണ്ണടയ്ക്കാം. എന്റെ കയ്യിലോട്ട് വെച്ചു. ഇന്ന വണ്ടി കൂലിക്ക് 20 രൂപ. അപ്പൊ ശരി, വീട്ടിൽ പോയിട്ട് വാട്ടോ. ബസ് വേഗം പൊക്കോ, വേഗം പൊക്കോ. അയ്യോ പൊക്കോ പൊക്കോ. ഒന്ന് വിളിക്കാറില്ലേ? എല്ലാം എന്റെ കുഴപ്പം തന്നെ. വെറുതെ ഓരോന്ന് മോഹിക്കും. റിജി എന്തോ $20 രൂപ തന്നുള്ളായിരുന്നു. ബസ് കാശ് 22 രൂപയല്ലേ? ഓർക്കോ? ഓക്കെ, താങ്ക് യു.